സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. 3200 രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. 3200 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 1650 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കും. 5 ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത്. അതിൽ 2 ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു. ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾ ഓരോ ഗുണഭോക്താവിനും 30 രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര സർക്കാർ നയം മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്ന സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു. കഴിഞ്ഞ മാസം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകി വരുന്നുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിൻ്റെ 98% സംസ്ഥാനം കണ്ടെത്തുന്നു. 2% മാത്രമാണ് കേന്ദ്ര വിഹിതം. 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷത്തോളം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷനുകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്കു മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത്. ഇതും കുടിശ്ശികയാണ്. 2023 നവംബർ മുതൽ 419 കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലെത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.